ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇന്ത്യയിൽ നമ്മുടെ പ്രോഡക്ട്സുകളൊക്കെ വിറ്റിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൈറ്റാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വിൽക്കാൻ പറ്റും. ഇപ്പോൾ ഡിജിറ്റൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, സോഫ്റ്റ്വെയർ, ഈ ബുക്സ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈറ്റിൽ സെല് ചെയ്യാം. പിന്നെ ഫിസിക്കൽ പ്രോഡക്ട്സ്, ഇപ്പോൾ നിങ്ങൾക്ക് ജ്വല്ലറീസ്, ക്ലോത്ത്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെല് ചെയ്യണമെങ്കിൽ ഈ ഒരു സൈറ്റ് യൂസ് ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് കോഴ്സ് എന്ന് വെച്ചാൽ ക്വിസ് പേപ്പേഴ്സ്, നോട്ട്സ് ഒക്കെ ഇല്ലേ, അസൈൻമെൻറ്റ്, അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് സെല് ചെയ്യാം. പിന്നെ നോട്ട്സിൻ്റെ ഈ ഫയൽ ഫോർമാറ്റ്, വീഡിയോസ്, പിക്ചേഴ്സ്, അതൊക്കെ വിറ്റിട്ട് ഇതിൽ നിന്ന് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു സൈറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ സെല് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. പിന്നെ നിങ്ങളുടേതായ രീതിയിൽ അന്വേഷണങ്ങളൊക്കെ നടത്തി ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ സൈൻ അപ്പ് ചെയ്യാവുള്ളൂ. കാരണം ഞാൻ ജസ്റ്റ് ഇൻഫർമേഷൻ തരുവാണ്, ഇങ്ങനെ ഒരു സൈറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്, നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാനായിട്ടുള്ളതെന്നുണ്ട്. അപ്പം നിങ്ങളുടേതായ രീതിയിലൊക്കെ അന്വേഷണങ്ങളൊക്കെ നടത്തി ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് PayHip എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ആദ്യം വരുന്ന സൈറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പം സൈറ്റിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അത് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സൈറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്കിവിടെ നോക്കിയാൽ സെല്ല് മൈ പ്രോഡക്റ്റ്, യു ക്യാൻ സെൽ യുവർ പ്രോഡക്റ്റ് ഓൺലൈൻ ഫോർ ഫ്രീ വിത്ത് PayHip. അപ്പോൾ PayHipലൂടെ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഫസ്റ്റ്ലി ക്രിയേറ്റ് ഫ്രീ PayHip അക്കൗണ്ട്. നമ്മൾ ആദ്യമേ PayHip അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. കണക്ട് യുവർ പേയ്മെൻറ്റ് മെത്തേഡ്, അതിനുശേഷം നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് കണക്ട് ചെയ്യുക. പേപ്പാലാണോ അതോ വേറെ മെത്തേഡാണോ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് കണക്ട് ചെയ്യുക. പിന്നെ സാധാരണ ഇപ്പം ഓൺലൈനായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം ഒരു പേപ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പേപ്പാലിൻ്റെ ഇമെയിൽ ഐ ഡി കൊടുത്ത് നിങ്ങളത് കണക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് യുവർ പ്രോഡക്റ്റ്, നമ്മുടെ പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റോർ പോലെ എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പം നമ്മുടെ ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ നമ്മുടെ പ്രോഡക്റ്റ് ആഡ് ചെയ്തില്ലേ, അതേ സെയിം മെത്തേഡാണ്, അത് നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് മറ്റുള്ളവർ ആ സൈറ്റിൽ കയറുന്നവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ ഓട്ടോമാറ്റിക്കലി പർച്ചേസ് ചെയ്യും, നമ്മളങ്ങനെ അത് സെല്ല് ചെയ്യുക. അതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏതൊക്കെ പ്രോഡക്റ്റ് ആണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ആ ഒരു സെൽ ഓൺലൈൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ പ്രോഡക്റ്റ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അവർ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഡിജിറ്റൽ ഡൗൺലോഡ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ബുക്സ്, സോഫ്റ്റ്വെയർ, പിന്നെ മ്യൂസിക്, അതൊക്കെ സെല് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, വീഡിയോസ്, ഫയൽ, ക്വിസ്, അസൈൻമെൻറ്റ്, അതെല്ലാം സെല് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഫിസിക്കൽ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ജ്വല്ലറി ഐറ്റംസ്, ക്ലോത്ത്, അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഈ ഒരു ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, സെല് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഏത് കാറ്റഗറി ആണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റോർ പോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ക്ലോത്തിങ്ങിൻ്റെ ആണെങ്കിൽ ക്ലോത്ത് എന്ന ഓപ്ഷൻ എടുത്തിട്ട് അതിനകത്ത് നമുക്ക് ഫോട്ടോസും, നമുക്ക് എത്ര രൂപയാണ് സെല് ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അതെല്ലാം കൊടുത്ത് നമുക്കൊരു സ്റ്റോർ പോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞ ഒരു വെബ്സൈറ്റ്, നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ സ്വന്തമായിട്ട് വെബ്സൈറ്റൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അറിയാലോ, ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് സാധനങ്ങൾ വിറ്റിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്കിവിടെ ഏത് ഇതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ ചൂസ് ചെയ്യാം. അതിനകത്ത് 3 ഡോട്ട് ലൈൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനകത്തുനിന്ന് ഫിസിക്കൽ പ്രോഡക്റ്റ് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യുക. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് സെൽ യുവർ ക്ലോത്ത്, പിന്നെ ജ്വല്ലറീസ്, മെർച്ചൻ്റ് ആൻഡ് എനി അതർ ഫിസിക്കൽ പ്രോഡക്ട്സ് വിത്ത് റെസിസ്റ്റൻറ്റ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് സെല്ലിങ് ഇൻ മിനിറ്റ്. കണ്ടോ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് കുറച്ച് മിനിറ്റുകൾ കൊണ്ട് തന്നെ സാധനങ്ങൾ സെല്ല് ചെയ്യാൻ പറ്റും. അപ്പം താല്പര്യമുള്ളവർ ഗെറ്റ് സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്, പാസ്വേഡ് കൊടുത്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് വെരിഫിക്കേഷൻ കൺഫേം ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ക്രിയേറ്റ് ചെയ്ത് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് പ്രോഡക്റ്റൊക്കെ സെല് ചെയ്ത് തുടങ്ങാവുന്നതാണ്. നോർമലി നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന സെല്ലിംഗ് എന്ന് പറയുന്നത് ക്ലോത്ത്, ജ്വല്ലറി ഐറ്റങ്ങളൊക്കെ നമുക്കിതിനകത്ത് സെല് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഈ ക്യൂസ്, മ്യൂസിക്, വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇതിനകത്ത് സെല് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നവർ ഉണ്ടല്ലോ. അതിന് എന്താണ് നമുക്കിപ്പം AI ടൂൾസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സൈറ്റാണ്. പിന്നെ നിങ്ങളുടേതായ രീതിയിൽ അന്വേഷണങ്ങളൊക്കെ നടത്തി ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ സൈനപ്പ് ചെയ്യാവുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ബൈ, സീ യു.